ഇന്ത്യ മഹത്തായ ഒരു രാജ്യമാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടതും ഏറ്റവും കൂടുതൽ കീഴടക്കപ്പെട്ടതുമായ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. വളരെ സമ്പന്നമായ, വളരെയധികം നാഗരികമായി പുരോഗതി പ്രാപിച്ച, വളരെ കഴിവുള്ള മനുഷ്യരുടെ ഈ നാട് എന്തുകൊണ്ടാണ് കാലങ്ങളായി വൈദേശിക ശക്തികളാൽ ആക്രമിച്ച് കീഴടക്കപ്പെടുന്നത്? ഒന്നിനു പുറകെ ഒന്നായി ഗ്രീക്കുകാർ, അറബികൾ, മുഗളന്മാർ, ഫൈനലി ബ്രിട്ടീഷ്. ആയിരക്കണക്കിന് വർഷങ്ങളോളം ഭൂമിയിലെ മഹത്തായ നാഗരികതകളിൽ ഒന്ന് എങ്ങനെ തുടർച്ചയായി പരാജയപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് അതിന്റെ ഒരു പ്രധാന കാരണമാണ് പറയുന്നത്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളല്ല, ദൗർഭാഗ്യത്തിന്റെ കാര്യങ്ങളല്ല, ഇന്ത്യയുടെ ഹൃദയത്തെ 2000-ലധികം വർഷങ്ങളായി മുറിവേൽപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം: ഇന്ത്യയുടെ ജാതി വ്യവസ്ഥ. വിദേശികൾക്ക് ഇന്ത്യയെ ആക്രമിച്ച് കീഴടക്കാൻ ഏറ്റവും കൂടുതൽ എളുപ്പമാക്കി കൊടുത്ത ഒരു സംവിധാനം. പഴയ ചരിത്രമല്ല, ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതികളിൽ ഏറ്റവും കൂടുതൽ ശക്തമായ ഒരു രാഷ്ട്രീയ ആയുധം കൂടി. ഇന്ത്യ എത്രമാത്രം താഴേക്ക് പതിച്ചു എന്നറിയണമെങ്കിൽ അതിനു മുമ്പ്, വളരെ മുമ്പ് ഇന്ത്യ എന്തായിരുന്നു എന്നറിയണം. ക്രിസ്തുവിന് മുമ്പ് 3300 മുതൽ 1300 ആണ്ടുകൾ വരെ ഫ്ലറിഷ് ചെയ്ത സിന്ധു നദീതട സംസ്കാരം ഭൂമിയിലെ ഏറ്റവും പുരോഗമിച്ച സമൂഹങ്ങളിൽ ഒന്നായിരുന്നു. മൊഹൻജദാരോയും ഹാരപ്പയും പോലെയുള്ള നഗരങ്ങൾക്ക് അണ്ടർഗ്രൗണ്ട് സിവേജ് സിസ്റ്റംസ്, സ്റ്റാൻഡർഡൈസ്ഡ് അർബൻ പ്ലാനിംഗ്, പബ്ലിക് ബാത്സ്, ഒരു സിവിക് ഇൻഫ്രാസ്ട്രക്ചർ ഇതൊക്കെ ഉണ്ടായിരുന്നു. യൂറോപ്പ് ഇത്രത്തോളം എത്താൻ വീണ്ടും 2000 വർഷങ്ങൾ കഴിയേണ്ടിയിരുന്നു. ഈ സ്ഥലങ്ങളിൽ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയ ശ്രദ്ധേയമായ ഒരു കാര്യം എക്സ്ട്രീമായ ഒരു സോഷ്യൽ ഹൈറാർക്കിയുടെ അഭാവമായിരുന്നു. സാമൂഹ്യ വേർതിരിവുകളുടെ യാതൊരു തെളിവുകളുമില്ല. ചേരി പ്രദേശങ്ങൾക്ക് മുകളിൽ ഉയർന്നു നിൽക്കുന്ന രാജകൊട്ടാരങ്ങളില്ല. സാധാരണക്കാർ അടയാളമില്ലാതെ പോകുമ്പോൾ രാജാക്കന്മാർക്ക് വലിയ ശവകുടീരങ്ങളില്ല. താരതമ്യേന തുല്യമായ ഭവനങ്ങൾ, താരതമ്യേന തുല്യമായി വിതരണം ചെയ്യപ്പെട്ട സമ്പത്ത്. പിന്നീട് ഇന്ത്യയെ നിർവചിക്കുകയും ആത്യന്തികമായി നശിപ്പിക്കുകയും ചെയ്ത കർക്കശമായ ജാതി വ്യവസ്ഥയുടെ മിക്കവാറും യാതൊരു തെളിവുകളുമില്ല. പിന്നെ ജാതി വ്യവസ്ഥ എവിടെ നിന്ന് വന്നു? ക്രിസ്തുവിന് മുമ്പ് 1500-കളായപ്പോഴേക്കും ഇൻഡോ ആര്യൻ മൈഗ്രേഷൻ കാരണം പുതിയ ആര്യൻ വംശജർ അവരുടെ പുതിയ ആശയങ്ങൾ കൂടി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു, പുതിയ ജീവിത രീതികൾ. ഇതിൽ നിന്നാണ് വർണ്ണ സിസ്റ്റം ഉടലെടുക്കുന്നത്. ജാതി വ്യവസ്ഥ. 4 വിഭാഗം ആളുകൾ ഉയർന്നു വന്നു. ഏറ്റവും മുകളിൽ പുരോഹിത വർഗം, ബ്രാഹ്മിൻസ്. അവരായിരുന്നു പുരോഹിതരും പണ്ഡിതരും. അവർക്ക് താഴെ ക്ഷത്രിയന്മാർ, യുദ്ധം ചെയ്യാനും രാജ്യം ഭരിക്കാനും രാജ്യത്തെ കാത്തുരക്ഷിക്കാനും അനുവാദമുണ്ടായിരുന്ന ആളുകൾ. മൂന്നാമത്തേതായിരുന്നു വൈശ്യർ, കച്ചവടക്കാരും കൃഷിക്കാരും ഉൾപ്പെടുന്ന കൂട്ടം. ഏറ്റവും അടിയിലാണ് ശൂദ്രർ, തൊഴിലാളികളും സേവകരുമായ വർഗം. പക്ഷെ തുടക്കത്തിൽ ചില പണ്ഡിതന്മാർ വാദിക്കുന്നതിനനുസരിച്ച് ഇത് തൊഴിലിനെ വേർതിരിക്കാനുള്ള ഒരു സിസ്റ്റമായിരുന്നു. ജനിക്കുന്ന ജാതിയല്ല, പകരം ഒരാൾ എന്ത് തൊഴിലാണ് ചെയ്യുന്നത് എന്നതിനുള്ള ഒരു ഡിമാർക്കേഷൻ. ആദ്യകാല വേദിക് ടെക്സ്റ്റുകളിൽ ഒരാളുടെ വർണ്ണം അവരുടെ ഗുണങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു, ജന്മം മാത്രമല്ല എന്ന് പറയുന്ന ഭാഗങ്ങളുണ്ട്. വർണ്ണം ഒരാളുടെ തൊഴിലിനെ കുറിച്ച് മാത്രം പറഞ്ഞു. തൊഴിൽ ഏത് സമയത്തും മാറാമായിരുന്നു, വർണ്ണവും. പക്ഷെ പിന്നീട് വ്യവസ്ഥ കഠിനമായി, ദുരന്തകരമാം വിധം. പിൽക്കാല വേദിക് കാലഘട്ടത്തിൽ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും കർക്കശവും ക്രൂരവുമായ നിയമസംഹിതകളിൽ ഒന്നായ മനുസ്മൃതിയിലൂടെ വർണ്ണത്തിന് കെട്ടുറപ്പ് വന്നു. കർക്കശമായി സിമെന്റിൽ ഉറപ്പിച്ചതുപോലെ നിങ്ങൾ ഒരു ജാതിയിൽ ജനിക്കുന്നു, നിങ്ങൾ അതിൽ മരിക്കുന്നു, നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളുടെ ജാതി ലഭിക്കുന്നു. ഒരു തരത്തിലും നിങ്ങൾക്ക് ആ ജാതിയിൽ നിന്ന് ഒരിക്കലും പുറത്തു കടക്കാൻ പറ്റില്ല. ഒരു ബുദ്ധിയും ധൈര്യവും സൽഗുണവും നിങ്ങളെ ആ ജാതിയിൽ നിന്ന് മാറ്റില്ല. മനുസ്മൃതി ഓരോ ജാതിക്കും എന്ത് കഴിക്കാം, ധരിക്കാം, സ്വന്തമാക്കാം, ആഗ്രഹിക്കാം എന്ന് വിശദമായി നിർദ്ദേശിച്ചു. ശിക്ഷകൾ നിർദ്ദേശിച്ചു. ഒരേ കുറ്റകൃത്യത്തിന് ജാതി അനുസരിച്ച് വ്യത്യസ്ത ശിക്ഷകൾ. ഒരു ശൂദ്രനെ അപമാനിച്ച ബ്രാഹ്മണന് ഒരു ചെറിയ പിഴ അടച്ചാൽ മതി. ഒരു ബ്രാഹ്മണനെ അപമാനിച്ച ശൂദ്രന്റെ നാക്ക് വരെ മുറിക്കപ്പെടാം. പിന്നെ 4 വർണ്ണങ്ങൾക്കും താഴെ 5ാമത്തെ ഒരു വിഭാഗം ഉടലെടുത്തു. വ്യവസ്ഥക്കുള്ളിലെ ഒരു ജാതിയല്ല, മനുഷ്യത്വത്തിനും പുറത്തുള്ള ഒരു വിഭാഗം. ഏറ്റവും മലിനമെന്ന് കണക്കാക്കപ്പെട്ട ജോലി ചെയ്യാൻ നിശ്ചയിക്കപ്പെട്ടവർ. മൃതദേഹങ്ങൾ കൈകാര്യം ചെയ്യൽ, തോൽ നിർമ്മാണം, മാലിന്യം വൃത്തിയാക്കൽ. സ്വാഭാവികമായും ഈ ജോലി ചെയ്യുന്ന ഈ ആളുകൾ അത്രമേൽ അശുദ്ധരാണ് എന്ന് കണക്കാക്കപ്പെട്ടു. അവരുടെ സ്പർശം, നിഴൽ, അവരുടെ കാൽവെക്കൽ ശബ്ദം പോലും ഉയർന്ന ജാതിക്കാരെ മലിനമാക്കും. അവരെ അവർണർ അഥവാ ബഹിഷ്കൃതർ എന്ന് വിളിക്കപ്പെട്ടു. ഇന്ന് നാം ദളിതർ എന്ന് വിളിക്കുന്ന ആളുകളുടെ മുൻഗാമികൾ. 2000 വർഷങ്ങളിൽ കൂടുതൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ താഴെ പറയുന്ന കാര്യങ്ങൾ ദളിതർ അനുഭവിക്കേണ്ടി വന്നു. ദളിതർക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടു. ഉയർന്ന ജാതിക്കാർ ജലമെടുക്കുന്ന ഇടങ്ങളിൽ നിന്ന് അവർക്ക് ജലമെടുക്കാൻ അനുവാദമില്ലായിരുന്നു. പല പ്രദേശങ്ങളിലും അവർ കഴുത്തിൽ ഒരു മൺപാത്രം കെട്ടേണ്ടി വന്നു, അവരുടെ തുപ്പൽ അതിലേക്ക് വീഴാൻ, അങ്ങനെ നിലം മലിനമാകാതിരിക്കാൻ. തങ്ങളുടെ കാൽ ചുവടുകൾ തൂത്തുമാറ്റപ്പെടാൻ അരക്കെട്ടിൽ ഒരു ചൂൽ കെട്ടി നടക്കേണ്ടി വന്നു അവർക്ക്.
തെക്കനിന്ത്യയുടെ ചില ഭാഗങ്ങളിൽ അവരുടെ നിഴൽ ഉയർന്ന ജാതിക്കാരന്റെ മേൽ പതിക്കുന്നത് ശുദ്ധീകരണം ആവശ്യമുള്ള റിച്വൽ പൊല്യൂഷനായി കണക്കാക്കപ്പെട്ടു. ഉയർന്ന ജാതിക്കാരുടെ സാന്നിധ്യത്തിൽ ചെരുപ്പ് ധരിക്കാൻ അവർക്ക് അനുവാദമുണ്ടായിരുന്നില്ല. ഒരു നിശ്ചിത ഉയരത്തിൽ കൂടുതൽ വീടുകൾ പണിയാൻ കഴിയില്ലായിരുന്നു. കുതിരസവാരി ചെയ്യാൻ കഴിഞ്ഞില്ല, കുട ചൂടാൻ കഴിഞ്ഞില്ല, സ്വർണം ധരിക്കാൻ കഴിഞ്ഞില്ല, സംസ്കൃതം പഠിക്കാൻ കഴിഞ്ഞില്ല. അറിവിന്റെ, നിയമത്തിന്റെ, മതത്തിന്റെ ഭാഷയായ ആ അറിവ് ബ്രാഹ്മണന്റെ സ്വത്തായിരുന്നു അത്രേ. അത് പഠിക്കുന്ന ഒരു ദളിതൻ മുഴുവൻ വ്യവസ്ഥക്കും ഭീഷണിയായിരുന്നു അത്രേ. മനുസ്മൃതിയിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ഒരു ശൂദ്രൻ അല്ലെങ്കിൽ ഔട്ട്കാസ്റ്റ് സംസ്കൃതം കേൾക്കുകയാണെങ്കിൽ, വേദം കേൾക്കുകയാണെങ്കിൽ അവന്റെ ചെവിയിൽ ഈയമൊരുക്കി ഒഴിക്കണം. അവൻ വേദം ചൊല്ലുകയാണെങ്കിൽ അവന്റെ നാവ് മുറിച്ചു കളയണം. അവൻ വേദം ഹൃദിസ്ഥമാക്കുകയാണെങ്കിൽ അവന്റെ ശരീരം രണ്ടായി മുറിച്ചു കളയണം. ദൈവിക നിയമമായി നൂറ്റാണ്ടുകളോളം ഇത്തരം നിയമങ്ങൾ പാലിക്കപ്പെട്ടു, ആദരിക്കപ്പെട്ടു, നടപ്പാക്കപ്പെട്ടു. ദളിതർ ആയുധമേന്തുന്നതിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടിരുന്നു. ക്രിസ്തുവിന് മുമ്പ് 326 അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഇന്ത്യയിലെത്തിയപ്പോൾ സ്വന്തം നാട്ടിൽ നിന്ന് ദൂരെ പട നയിച്ച് ക്ഷീണിച്ച ഒരു സൈന്യത്തെ നയിക്കുകയായിരുന്നു ചക്രവർത്തി. എന്നിട്ടും അയാൾ ജയിച്ചു. AD 711 മുഹമ്മദ് ബിൻ ഖാസിം സിന്ധ് ആക്രമിച്ചപ്പോൾ പ്രതിരോധ സൈന്യത്തെക്കാൾ ഗണ്യമായി ചെറിയ ഒരു സൈന്യവുമായാണ് അയാൾ വന്നത്. എന്നിട്ടും അയാൾ ജയിച്ചു. മുഹമ്മദ് ഓഫ് ഗസ്നി 1001 മുതൽ 1027 വരെ ഇന്ത്യ 17 തവണ ആക്രമിച്ചപ്പോൾ ഒരു ഡിസൈസീവ് റെസ്പോൺസായി ഒരിക്കലും ഒന്നിക്കാത്ത ഛിന്ന ഭിന്നമായ പ്രതിരോധം മാത്രമാണ് ഇന്ത്യയിൽ കണ്ടത്. 1192 മുഹമ്മദ് ഓഫ് ഗോർ ടെറൈനിലെ രണ്ടാം യുദ്ധത്തിൽ പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തി നൂറ്റാണ്ടുകളോളം നോർത്ത് ഇന്ത്യയിലെ ഹിന്ദു രാഷ്ട്രീയ ആധിപത്യം അവസാനിപ്പിച്ചപ്പോൾ ആ പരാജയം കേവലം സൈനികമായിരുന്നില്ല, ഒരു സമൂഹം തന്നെ മൊത്തത്തിൽ പരാജയപ്പെടുകയായിരുന്നു. ക്ഷത്രിയർ എന്ന യോദ്ധാക്കളുടെ വിഭാഗം ജനസംഖ്യയിൽ ന്യൂനപക്ഷമായിരുന്നു. പക്ഷേ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാനും രാജ്യത്തെ കാത്തുരക്ഷിക്കാനുമുള്ള അനുവാദം അവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു. ജനസംഖ്യയിൽ കൂടുതൽ വരുന്ന ശൂദ്രരും ദളിതരും നാഗരികത പ്രവർത്തിക്കാൻ യഥാർത്ഥത്തിൽ അധ്വാനം ചെയ്ത ആളുകൾ സൈനിക പങ്കാളിത്തത്തിൽ നിന്ന് ക്രമാനുഗതമായി ഒഴിവാക്കപ്പെട്ടു. ആയുധങ്ങൾ ഏന്താൻ അവർക്ക് അനുവാദമുണ്ടായിരുന്നില്ല. ഒരുവൻ രാജ്യത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്ന അന്തസ്സ് അവർക്ക് നിഷേധിക്കപ്പെട്ടു. സോ ഒരു ദളിത യുവാവ് തന്നെ മനുഷ്യനായി പോലും കണക്കാക്കാത്ത ഒരു രാജ്യം സംരക്ഷിക്കാൻ എന്തിന് യുദ്ധം ചെയ്യണം? ഒരു അറബി അല്ലെങ്കിൽ മംഗോൾ ആക്രമണകാരി വരുമ്പോൾ അവരുടെ സ്വന്തം സാമൂഹിക വ്യവസ്ഥ ഇതിനധികം ചെയ്തതിലും മോശമായി ഒന്നും ചെയ്യില്ല എന്ന് അറിയുമ്പോൾ അവർ എന്തിന് അവരെ പ്രതിരോധിക്കണം? ഇനി അങ്ങനെ ആഗ്രഹിച്ചാലും പ്രതിരോധം അനുവദനീയമായിരുന്നില്ല. മുഹമ്മദ് ബിൻ ഖാസിം സിന്ധിലെത്തിയപ്പോൾ നിലവിലുള്ള സാമൂഹിക ക്രമത്തിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരുന്ന ലോവർ കാസ്റ്റ് ഗ്രൂപ്പുകളായ ലോക്കൽ ജാട്ട് കമ്മ്യൂണിറ്റീസ് പല കേസുകളിലും അവരെ ചെറുക്കാൻ തയ്യാറായില്ല. ചിലർ ആക്രമണകാരികളെ സഹായിക്കുക വരെ ചെയ്തു. ഒറ്റുകാരായതുകൊണ്ടല്ല, കാരണം അവർക്ക് ആ വാക്കിന്റെ അർത്ഥത്തിൽ ഒരു രാജ്യമുണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാർ ഇത് ക്ലിനിക്കൽ പ്രിസിഷനോടെ മനസ്സിലാക്കിയവരാണ്. റോബർട്ട് ക്ലൈവ് ഇന്ത്യ കീഴടക്കിയില്ല. അദ്ദേഹം വളരെ ജീനിയസ് ആയ ബുദ്ധിയോടെ ഇന്ത്യയുടെ ആന്തരിക ഛിദ്രങ്ങളെ മുതലെടുക്കുകയാണ് ചെയ്തത്. 1757 പ്ലാസി യുദ്ധം, ബംഗാളും ആത്യന്തികമായി മുഴുവൻ ഇന്ത്യയും ബ്രിട്ടീഷുകാർക്ക് ഏൽപ്പിച്ചു കൊടുത്ത യുദ്ധം, നവാബ് സൈന്യത്തിന്റെ കമാൻഡർ മിർ ജാഫറിന് കൈക്കൂലി കൊടുത്ത് സൈന്യത്തെ പിൻവലിക്കാൻ പ്രേരിപ്പിച്ചതുകൊണ്ടാണ് ജയിച്ചത്. ബ്രിട്ടീഷുകാർക്ക് ചൂഷണം ചെയ്യാൻ ശരിയായ വിധത്തിൽ ആന്തരിക വിള്ളൽ കണ്ടെത്തിയാൽ മതിയായിരുന്നു. ഇന്ത്യക്കാണെങ്കിൽ തിരഞ്ഞെടുക്കാൻ 1000 ആന്തരിക ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ ഭരണകർത്താക്കളും ദളിത് ലോക്കാസ് ഭൂരിഭാഗവും തമ്മിലുള്ള സോഷ്യൽ കോൺട്രാക്ട് അത്ര പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടിരുന്നു. 1873 ജ്യോതിറാവു ഫൂലെ എഴുതി, ജാതി വ്യവസ്ഥ ദൈവികമായ ഒരു സംവിധാനമല്ല, പകരം അത് വളരെ പൊളിറ്റിക്കലായ ഒരു തന്ത്രമാണ്. ബ്രാഹ്മണർക്ക് സമൂഹത്തിന്റെ മേൽ ആധിപത്യം പുലർത്താൻ അവർ കണ്ടുപിടിച്ച തന്ത്രം. അദ്ദേഹം ദളിതർക്കും സ്ത്രീകൾക്കും വേണ്ടി സ്കൂളുകൾ തുറന്നു. സമൂഹം അദ്ദേഹത്തെ ഭ്രഷ്ടനാക്കി. BR അംബേദ്കർ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലും ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലും ഡോക്ടറേറ്റ് നേടിയ ഒരു ദളിതൻ 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ ഇന്ത്യയിൽ അക്കാഡമിക്കലി ഏറ്റവും ക്വാളിഫൈഡ് ആയിരുന്ന മനുഷ്യൻ സ്വന്തം ഗ്രാമത്തിൽ ഉയർന്ന ജാതിക്കാരൊപ്പം ഒരേ ഉറവിൽ നിന്ന് വെള്ളം കുടിക്കാൻ അനുവദിക്കപ്പെട്ടില്ല. തന്റെ പുസ്തകത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി: ജാതി വ്യവസ്ഥ തൊഴിലിന്റെ വിഭജനമല്ല, തൊഴിലാളികളുടെ വിഭജനമാണ്. ജനനത്തിൽ നിശ്ചയിക്കപ്പെട്ടതും ദൈവത്തിന്റെ പേരിൽ ന്യായീകരിക്കപ്പെട്ടതുമായ ശാശ്വത മനുഷ്യമൂല്യത്തിന്റെ ഒരു ശ്രേണി. ഈ വ്യവസ്ഥ നിലനിൽക്കുന്നിടത്തോളം ഇന്ത്യ ഒരിക്കലും ശരിക്കും ശക്തമാകില്ല, ശരിക്കും സ്വതന്ത്രരാകില്ല, ശരിക്കും ഐക്യമുള്ളതാകില്ല. ഇന്ത്യയുടെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് ഓരോ 15 മിനിറ്റിലും ഇന്ത്യയിൽ ഒരു ദളിതന് നേരെ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ നടക്കുന്നു. ഇത് റെക്കോർഡ് ചെയ്യപ്പെട്ട കേസുകൾ മാത്രമാണ്. മേൽജാതിക്കാർ
ജാതിക്കാരുടെ പീഡനം ഭയന്ന് പുറത്തു പറയാത്ത കഥകൾ കൂടി കൂട്ടുമ്പോൾ ഈ എണ്ണം വളരെയധികം വർദ്ധിച്ചേക്കാം. ദളിത് ഇരകൾ പതിവായി നിശബ്ദരാക്കപ്പെടുന്ന ഉയർന്ന ജാതി ആധിപത്യമുള്ള ഗ്രാമങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിൽ ദളിത് പരാതിക്കാരെ തിരിച്ചയക്കുന്ന ഒരു ഉയർന്ന ജാതിക്കാരന്റെ പേരിൽ എഫ്ഐആർ ഫയൽ ചെയ്യുന്നത് കൊണ്ട് മുഴുവൻ കുടുംബത്തെ ഗ്രാമത്തിൽ നിന്ന് ആട്ടിപ്പുറത്താക്കുന്ന അത്തരം ഒരു രാജ്യത്ത് എണ്ണം ഇനിയും വർദ്ധിച്ചേക്കാം. മാനുവൽ സ്കാവെഞ്ചിങ് പ്രാക്ടീസ്, ഡ്രൈ ലാട്രിനുകളിൽ നിന്നും ശൂറുകളിൽ നിന്നും സെപ്റ്റിക് ടാങ്കുകളിൽ നിന്നും കൈകൊണ്ട് മനുഷ്യമലം വൃത്തിയാക്കുന്ന പരിപാടി 1993 ഇന്ത്യയിൽ നിയമവിരുദ്ധമാക്കിയതാണ്. പിന്നെ 2013 ശക്തമായ വ്യവസ്ഥകളോടൊപ്പം വീണ്ടും നിയമവിരുദ്ധമാക്കി. 2023 ആയിട്ടും സർക്കാരിന്റെ സ്വന്തം സഫാരി കർമ്മചാരി ആന്തോളൻ എസ്റ്റിമേറ്റ് പ്രകാരം 40,000-ലധികം പേർ ഇനിയും ഇത് ചെയ്യുന്നുണ്ട്. മിക്കവാറും എല്ലാവരും ദളിതർ. 2017 മുതൽ 2023 വരെ 300-ലധികം പേർ സുവേഷ് വൃത്തിയാക്കുന്നതിനിടെ മരിച്ചു. മാൻഹോൾസിലെ ടോക്സിക് ഗ്യാസുകളാൽ ശ്വാസം മുട്ടി. കോൺട്രാക്ടർമാരാണെങ്കിൽ മാനുവൽ സ്കാവെഞ്ചേഴ്സിനെ തങ്ങൾ ജോലിക്ക് വെക്കുന്നില്ല എന്ന് നിഷേധിക്കുകയും സർക്കാർ അവർ എക്സിസ്റ്റ് ചെയ്യുകയില്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ അവരുടെ കുടുംബങ്ങൾക്ക് കഷ്ടിച്ചാണ് കോമ്പൻസേഷൻ കിട്ടുന്നത്. അവരുടെ മരണം വാർത്തകളിൽ പോലും ഇടം പിടിക്കുന്നില്ല. ഉത്തർപ്രദേശിൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനത്ത് ജാതി വ്യവസ്ഥ ഒരു പഴയകാല ഏൻഷ്യൻ പ്രാക്ടീസ് അല്ല, ഇന്നും നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥയാണ്. 2 സെപ്പറേറ്റ് ടാപ്പുകളുള്ള ഗ്രാമങ്ങളുണ്ട്. ഒന്ന് ഉയർന്ന ജാതിക്കാർക്ക്, ഒന്ന് ദളിതർക്ക്. ദളിതർക്ക് ഉയർന്ന ജാതിക്കാരുടെ ടാപ്പുകളിൽ നിന്ന് വെള്ളമെടുക്കാൻ അനുമതിയില്ല. സ്കൂളുകളിൽ ദളിത് കുട്ടികൾക്കും ഉയർന്ന ജാതിക്കാർ കുട്ടികൾക്കും പ്രത്യേക ഇരിപ്പ് സംവിധാനങ്ങൾ. ദളിത് കുട്ടികൾ നിലത്ത്, ഉയർന്ന ജാതിക്കാർ കുട്ടികൾ ബെഞ്ചുകളിൽ. ദളിത് കുട്ടികൾ സ്കൂൾ ടോയ്ലറ്റുകൾ വൃത്തിയാക്കാൻ നിർബന്ധിക്കപ്പെടുന്നു. വേറിട്ട് ഭക്ഷണം കഴിക്കണം, പലപ്പോഴും പുറത്ത്. ഇത് ഗവൺമെന്റ് സ്കൂളുകളിൽ നടക്കുന്നതാണ്. നികുതി അടക്കുന്നവരുടെ പണം കൊണ്ടുണ്ടാക്കിയ ഗവൺമെന്റ് സ്കൂളുകളിൽ. 2024 രാജസ്ഥാനിൽ നാഷണൽ ദളിത് മൂവ്മെന്റ് ഫോർ ജസ്റ്റിസിന്റെ സർവേ കണ്ടെത്തിയത് 60%-ലധികം ഗ്രാമങ്ങളിൽ ദളിതർക്ക് ഇനിയും പ്രധാന ക്ഷേത്രങ്ങളിൽ പ്രവേശനം അനുവദിക്കപ്പെടുന്നില്ല എന്നതാണ്. 40%-ലധികം ഗ്രാമങ്ങളിൽ ഉയർന്ന ജാതിക്കാരുടെ വീടുകൾ കടന്നു പോകുമ്പോൾ ദളിതർ സൈക്കിളുകളിൽ നിന്നും മോട്ടോർ സൈക്കിളുകളിൽ നിന്നും ഇറങ്ങേണ്ടതുണ്ട്. ധാരാളം ഗ്രാമങ്ങളിൽ ദളിത് വിവാഹ ഘോഷയാത്രകൾ ഗ്രാമത്തിലെ പ്രധാന തെരുവുകളിലൂടെ കടന്നു പോകാൻ ഇനിയും അനുവദിക്കപ്പെടുന്നില്ല. കാരണം ആ തെരുവ് ഉയർന്ന ജാതിക്കാർക്ക് സ്വന്തമാണ്. ബംഗാളിൽ ദളിത് സ്ത്രീകൾ ജാതിയുടെ പേരിലുള്ള ശിക്ഷയുടെ ഉപകരണങ്ങളാണ്. ഒരു ദളിത് കുടുംബം അടിമവേല ചെയ്യാൻ വിസമ്മതിക്കുമ്പോൾ, കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുമ്പോൾ, ഒരു ഭൂമി തർക്കത്തിൽ ഏർപ്പെടുമ്പോൾ ഉയർന്ന ജാതിക്കാരുടെ പ്രധാന ആയുധമാണ്, പ്രധാന ശിക്ഷയാണ് ദളിത് സ്ത്രീകളെ ബലാത്കാരം ചെയ്യൽ. ഇത് സിസ്റ്റമാറ്റിക് ആണ്. ശിക്ഷകൾ അപൂർവവും. കാരണം പോലീസ്, ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, പലപ്പോഴും ജുഡീഷ്യറി, ഇതെല്ലാം ഈ വ്യവസ്ഥയിൽ നിന്ന് ബെനിഫിറ്റ് ചെയ്യുന്ന ഒരേ ഉയർന്ന ജാതിക്കാരാലാണ് ഡോമിനേറ്റ് ചെയ്യപ്പെടുന്നത്. തമിഴ്നാട്ടിൽ 2019 പി രാംകുമാർ എന്ന ഒരു ദളിത് മനുഷ്യൻ മീശ വെച്ചതിന് കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലെ ഉയർന്ന ജാതി പുരുഷന്മാർ ഒരു ദളിതൻ മീശ ധരിക്കുന്നത് അഹങ്കാരത്തിന്റെ പ്രദർശനമാണ് എന്ന് കണക്കാക്കി. അതിനാൽ അവർ അദ്ദേഹത്തെ കൊന്നു, ഒരു മീശയുടെ കാരണം. ഇതാണ് ഇന്ത്യയുടെ ജാതി വ്യവസ്ഥ. കാലങ്ങളായി ഇന്ത്യക്ക് വളരെ വലിയ വില കൊടുക്കേണ്ടി വന്ന ഒരു വ്യവസ്ഥ. ഈ 2026 ഇന്ത്യ വലിയ വില കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ. എപ്പോഴാണ് ഈ വ്യവസ്ഥ മാറുക?